ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപർണയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ടേമാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ കോസ്റ്റിംഗ് സബ്ജക്റ്റിൽ CMAയ്ക്കും കോസ്റ്റിംഗ് സബ്ജക്റ്റിൽ പഠിക്കാനുള്ള ചെറിയൊരു ടേമാണ്. അത് പഠിച്ചിട്ട് വേണം നമ്മൾ കോസ്റ്റിംഗ് സബ്ജക്റ്റ് പഠിക്കാൻ ബേസിക്കലി. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ഒരു ബിസിനസ്സുകാരൻ അയാളൊരു ഗുഡ്സ് വിൽക്കുന്ന ആളായിക്കോട്ടെ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ അല്ലെങ്കിൽ വിൽക്കുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ് അറിയേണ്ട ആവശ്യമുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? കോസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നും പ്രോഫിറ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തിൻ്റെ കോസ്റ്റാണോ അയാൾക്ക് അറിയേണ്ടത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, അയാൾ വിൽക്കുന്ന ഒരു പെന്നായിക്കോട്ടെ. അപ്പോൾ ആ പെന്നിൻ്റെ കോസ്റ്റ് എത്രയാണ്? ഒരു പെൻ ഉണ്ടാക്കാൻ എത്ര രൂപ കോസ്റ്റ് വേണമെന്ന് അയാൾക്ക് അറിയണം, ശരിയല്ലേ? സോ ആ പെന്നാണ് അയാളുടെ കോസ്റ്റ് ഒബ്ജക്റ്റ്. ഇനി നേരെ മറിച്ച് അയാളൊരു സർവീസ് പ്രൊവൈഡറാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ട്രാവൽ ഏജൻസിയാണെന്ന് വിചാരിക്കുക. ഒരു ഫ്ലൈറ്റ് ഫ്രം ഡൽഹി ടു മുംബൈ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഒരു സർവീസ് ഞാൻ ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ആ സർവീസിന് എനിക്ക് എത്ര രൂപ കോസ്റ്റ് വരുന്നുണ്ട് എന്ന് അറിയണം അല്ലേ? സോ ആ പർട്ടിക്കുലർ സർവീസാണ് എൻ്റെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഒരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് അറിയേണ്ടത് എന്തിൻ്റെ കോസ്റ്റാണോ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, വെരി സിമ്പിൾ ബട്ട് പവർഫുൾ. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. താങ്ക് യു സോ മച്ച്.